എനിക്കിപ്പോൾ 1000 കിലോമീറ്റർ ഓടിയപ്പം എനിക്ക് ആപ്പാടെ ചിലവായത് 150 രൂപ. 150 രൂപ 1000 കിലോമീറ്റർ ആണ് 150 രൂപ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ SN പബ്ലിക് സ്കൂളാണ്. നമ്മുടെ കാർത്തിക് സൂര്യയൊക്കെ പഠിച്ച സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഫസ്റ്റ് ഇലക്ട്രിക് സ്പോർട്സ് ബൈക്കിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ കാർത്തിക് സൂര്യ മച്ചാൻ്റെയൊക്കെ ഒരു സ്വന്തം ചങ്കായ നമ്മുടെ ശ്രീലാൽ ചേട്ടയിലാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബൈക്ക് കിട്ടിയേക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈക്ക് കിട്ടിയാൽ പിന്നെ ഓടിച്ചില്ലെങ്കിൽ ഒരു ത്രില്ലില്ല. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇത് അവിടെ ഇരിപ്പുണ്ട്. ബൈക്കിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ശ്രീലാൽ ചേട്ടനെ തന്നെ വിളിക്കേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ വേറെ ഒന്നുമില്ല, കേരളത്തിൽ ഷോറൂമും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അതിൻ്റെയും കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഹെൽപ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്തേക്കണം. ഓക്കെ, കാണുന്നതാണ് ശ്രീലാൽ ചേട്ടൻ, നമ്മുടെ കാർത്തിക് സൂര്യ ചേട്ടൻ്റെയൊക്കെ ഒരു മച്ചാനായിട്ട് വരുമല്ലേ. ചേട്ടനൊക്കെ ഇവിടെ അല്ലേ പഠിച്ചത്? അപ്പം ചേട്ടൻ പറയുന്നത് വെച്ചാൽ നല്ല വൈബ് അല്ലേ അന്നോട്ട്? ഈ അതുപോലെ തന്നെ ബഹളവും എല്ലാം തന്നെ ആ ടീം കഴിഞ്ഞ ശേഷം പിന്നെ ഉള്ള ആരും എത്തിയിട്ടില്ലെന്ന്. അപ്പൊ റെയർ പീസ് ആയതുകൊണ്ടാണ് വേറെ ആരും ഇങ്ങനെ വരാത്തത് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ബൈക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കണം. അപ്പൊ ചേട്ടൻ ഇത് എവിടെ നിന്നാണ് സംഭവം എടുത്തത്? ചെന്നൈന്ന്. കേരളത്തില് ഷോറൂമൊന്നുമില്ല. അപ്പൊ ഈ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അവിടെ തന്നെ കൊണ്ടുപോയി. ഫസ്റ്റ് സർവീസ് 1000-ലാണ്. എനിക്കിപ്പോ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇത് ഓടിച്ചോണ്ട് അവിടം വരെ പോകും? ഇല്ല, ട്രെയിനിൽ കയറ്റി. ഓക്കെ. അപ്പൊ അതിന് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ള ആൾക്കാർ അത് എടുക്കാൻ മടിക്കുന്നത്. ഓ, അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പൊ പെട്രോളിന്റെ വില എന്ന് വെച്ചാൽ ഇപ്പൊ 160 നിൽക്കുകയാണ്. ഇതിലാണെങ്കിൽ എത്ര ആയിരിക്കും ഒരു മെയിൻ്റെനൻസ് ആണെങ്കിലും ഇതിന്റെ ഒരു ചിലവൊക്കെ? മെയിൻ്റെനൻസ് എനിക്കിപ്പം വണ്ടി ഫസ്റ്റ് സർവീസിന് ആപ്പാടെ ചിലവായത് 70 രൂപ മാത്രം. 70 രൂപ മാത്രം. ബാക്കി നമ്മളെ പോയി വരണം. എത്ര നാളെ എടുത്തിട്ട്? ഞാനിപ്പോ എടുത്തിട്ട് ഒരു 1.5 മാസം അടിച്ചാവും. 1.5 മാസം. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? എങ്ങനെയൊക്കെയുണ്ട്? ഓടിച്ച് നല്ല പെർഫോമൻസ് ആണ്. ഒറ്റ ചാർജിന് 150 കിലോമീറ്റർ മൈലേജ്. 150 കിലോമീറ്റർ. ചാർജിങ്ങിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചാർജ് ചെയ്യോ അതോ വീട്ടിൽ തന്നെ? ഇല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഫ്രിഡ്ജിന്റെ പവർ സോക്കറ്റ് കൊടുക്കുന്നതാണ്. നമ്മൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്യണമെങ്കിൽ 4.5 മണിക്കൂറാണ് എടുക്കുന്നത്. 30% താഴെ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 30% താഴെ വരാൻ പാടില്ല. അങ്ങനെ വരുവാണെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ്. ബാറ്ററി പിന്നെ നമ്മളത് സാധാരണ ഫോണിലെ ലിഥിയം ബാറ്ററി കണക്കാണ്. ഒന്ന് അപ്പായി എടുക്കാൻ സമയം എടുക്കും. ചാർജിങ്ങിന്റെ വരുവാണെങ്കിൽ നമുക്കിപ്പോ ഒരു മാസം കറണ്ട് ബില്ലൊക്കെ നല്ല നമ്മൾ ഓടുന്ന കിലോമീറ്റർ ആണ്. എനിക്കിപ്പോ 1000 കിലോമീറ്റർ ഓടിയപ്പം എനിക്ക് ആപ്പാടെ ചിലവായത് 150 രൂപ. 150 രൂപ 1000 കിലോമീറ്റർ ആണ് 150 രൂപ. അപ്പൊ നമ്മുടെ റേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം, ഡിഫറൻസ്. അപ്പൊ 150 രൂപയെന്ന് വെച്ചാൽ 1.5 ലിറ്റർ പെട്രോളിനാണ് 1000 കിലോമീറ്റർ ഒക്കെ ഓടുന്നത്. എത്ര വർഷത്തേക്കാണ് ബാറ്ററി കാര്യങ്ങൾ? 8 വർഷത്തേക്കാണ് ബാറ്ററി, അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ. ഇതിലേതാണ് ആദ്യം ബാറ്ററി ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ ഈ പറഞ്ഞ 150 കിലോമീറ്റർ റേഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കിത് തമിഴ്നാട്ടിലാണ്. നമുക്ക് എനിക്ക് രജിസ്ട്രേഷൻ വന്നിട്ട് തമിഴ്നാട് നാഗർകോവിലാണ്. അപ്പൊ എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരു 150 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഞാനിത് സിംഗിൾ ചാർജിൽ തന്നെ പോയി വന്നു. പറഞ്ഞ സ്പീഡ് എന്ന് പറയുന്നത് 35-40 പോയാൽ മാത്രമേ നമുക്ക് 150 സ്പീഡ് കൂടുമ്പോഴത്തേക്കും ബാറ്ററി പവർ എന്ന് പറയും. ടോപ്പ് സ്പീഡ് എത്ര ആയിരിക്കും? ടോപ്പ് സ്പീഡ് 85 അവർ റിവീൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പം സെക്കൻഡ് മോഡൽ ഞാനൊരു 55-60 വരെ പോയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഗിയർലെസ് അല്ലേ? ഗിയർലെസ്. നമ്മുടെ സ്കൂട്ടി ഓടിക്കുന്ന പോലെ അതേ ടൈപ്പിൽ ഓടിക്കാം. അപ്പൊ പവർ ഒക്കെ എങ്ങനെയായിരിക്കും? പവർ ഫസ്റ്റ് മോഡൽ സ്വപ്പം ടോർക്ക് കൂടുതലാണ്. പിന്നെ നമ്മൾ ഇതിനെ ഏത് വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന വെച്ചാൽ ഒരു 125-130 cc ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യാം. ആ ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കുറച്ച് വിഷ്വൽസും കൂടെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളായിരിക്കും. അതിൻ്റെ ലുക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഇപ്പോൾ ഏകദേശം ഒരു നേക്കഡ് ബൈക്കൊക്കെ ഇല്ലേ നമ്മുടെ KTM, അതുപോലത്തെ നേക്കഡ് ബൈക്കിൻ്റെയൊക്കെ ഒരു ലുക്കാണ്. ഇത് പുറകെ ഇരിക്കുന്നുണ്ടല്ലേ. ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണെങ്കിലും അടിപൊളിയൊക്കെയാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളെ ബീറോളും കാര്യങ്ങളൊക്കെ വെച്ച്, എല്ലാം ബീറോളിൻ്റെ കളിയാണല്ലോ, അത് വെച്ച് ഞങ്ങൾ കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം.
വണ്ടിയുടെ മോഡൽ എന്ന് വെച്ചാൽ റിവോൾട്ട് RV400 ആണ് കേട്ടോ. വീലിൽ വരുന്നതെന്ന് വെച്ചാൽ സിംഗിൾ ഡിസ്ക് ബ്രേക്ക് ആണ്. ഇവിടെയും ബാക്കിൽ സിംഗിൾ ആണ് വന്നേക്കുന്നത്. പിന്നെ അതല്ലാണ്ട് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അകത്താണ് നമ്മുടെ ബാറ്ററി വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യണം. ഇത് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള പവർ ബട്ടൺ ആണ്. പിന്നെ മീറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കും, പിന്നെ എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണിക്കും. പിന്നെ നമുക്ക് ഇതൊരു മോഡാണ് കേട്ടോ. അപ്പം മോഡ് നമുക്ക് ഇവിടെ ഹാൻഡിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മോഡിലാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് മോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കിലോമീറ്റർ ചേഞ്ച് ആവും. പിന്നെ നമുക്ക് തേർഡ് മോഡ് ഇടുവാണെങ്കിൽ പിന്നെയും കിലോമീറ്റർ ചേഞ്ച് ആകും അവിടെ. അങ്ങനെ 3 മോഡാണ് ഇതിന് ടോട്ടൽ ഉള്ളത്. പിന്നെ അതല്ലാണ്ട് നമുക്കിവിടെ ആംബിയർ കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ബാറ്ററിയുടെ കൂളിംഗ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഇത് പുറത്തത്തെ ടെമ്പറേച്ചറാണ്. അങ്ങനെയുള്ള മൊത്തം കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഹോൺ കാണിക്കുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇവിടെ സൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൻ്റെ അല്ല, സൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. കേട്ടാ സൗണ്ട് കുറവാണ്, നല്ല നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ആ സ്ഥലത്താണ് സൗണ്ട് വരുന്നത്. ഇവിടെ റേസ് ചെയ്യുമ്പോൾ കാണിക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ടാണ്. അത്ര നമുക്ക് അരോചകരം ഉണ്ടാക്കുന്ന സൗണ്ട് അല്ല ഇതിൽ നിന്ന് വരുന്നത്. പിന്നെ നമുക്കിവിടെ ആക്സിലേറ്റർ നോക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത്തിരി തിരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും പതുക്കെ റേസ് ചെയ്ത് ഓടിച്ചാൽ മതി. നമുക്ക് ഫുൾ ത്രോട്ടിൽ അങ്ങ് എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ബൈക്കിൻ്റെ പോലെ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് ഇപ്പുറം വരെ കൊണ്ടുപോകാൻ പറ്റില്ല. ജസ്റ്റ് ഫുൾ ത്രോട്ടിൽ ഇത്രേ വരുള്ളൂ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ് കേട്ടോ ഇത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യണം, ചാർജ് ചെയ്യണം. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ ആ ഒരു പ്ലഗ് വെച്ചിട്ട് ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാല് വെക്കുന്ന സംഭവമില്ലേ, അത് നമുക്ക് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ സംഭവം എടുത്ത് അപ്പുറത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ ബാക്കിലോട്ടായിട്ട് നമുക്ക് ഇവിടെ കാല് വെക്കാൻ പറ്റും. കാണിച്ചു തരാവേ. ഇപ്പം ഇവിടെയല്ലേ കാലിരിക്കണം. അപ്പം ജസ്റ്റ് ഈ സംഭവം അടർത്തി അപ്പുറത്തോട്ട് വെക്കുവാണെങ്കിൽ ഇതൊന്നും കൂടെ ജസ്റ്റ് ബാക്കിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ കാല് വെക്കാനുള്ളൊരു നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് എങ്ങനെയാണോ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മൈലേജ് എന്ന് വെച്ചാൽ 150 കിലോമീറ്റർ ആണ്. അപ്പം ജസ്റ്റ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കിലോമീറ്ററിന് നല്ല വേരിയേഷൻസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടന് 150 തന്നെ കിട്ടുന്നുണ്ടോ? 35-40 ആ ഒരു റേഞ്ചിൽ പോവുകയാണെങ്കിൽ നമുക്ക് പറയുന്ന സ്പീഡ് അല്ല, നമുക്ക് പറയുന്ന അത്രയും കിലോമീറ്റർ നമുക്ക് കിട്ടും. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ബാറ്ററി കാണാൻ പറ്റും. അവിടെ ആണ് ഈ വെച്ച് ഓപ്പൺ ചെയ്യുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ ഏരിയ. ഇവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെ, ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അകത്താണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ബാറ്ററി എന്ന് വെച്ചാൽ ഇത്തിരി ഹെവി ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാറ്ററി. നമുക്കത് ഊരിയെടുത്ത് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ചാർജ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ, ഏകദേശം 22 കിലോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് ചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലത്, പൊക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ഇതിന് എന്ന് പറയുകയാണെങ്കിൽ ബെൽറ്റ് ഡ്രൈവ് ആണ് കേട്ടോ. ഇവിടെ ബെൽറ്റ് ഡ്രൈവ് ആണ്. ഒരാഴ്ച ഇടവിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് വല്ല ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ അതിനകത്ത് വല്ല കല്ല മണ്ണ അങ്ങനെ എന്തെങ്കിലും കയറി ഇരിപ്പുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല, സിംഗിൾ സ്റ്റാൻഡേ ഉള്ളൂ. അല്ലാണ്ട് ക്രാഷ് ഗാർഡും ഇല്ല. അതിനുള്ള ഓപ്ഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ, കമ്പനി കൊടുത്തിട്ടില്ല ഗൈസ്. പിന്നെ നമ്മൾ ലോക്കും അൺലോക്കും ചെയ്യുന്നത് ഇതുവഴിയാണ് കേട്ടോ. ഇപ്പോൾ ലോക്കാണോ ഇത്? ലോക്കായി കഴിയുമ്പോൾ നമ്മൾ അനക്കിയാലൊന്നും അനങ്ങൂല. ഹാൻഡിലൊക്കെ ഫുള്ള് ലോക്കായി. വണ്ടി ലോക്കായി കഴിഞ്ഞ് അനക്കുവാണെങ്കിൽ ഇമാതിരി സൗണ്ട് കേൾക്കും. പിന്നെ വണ്ടി അവിടെ അങ്ങ് സ്റ്റോപ്പാണ്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തള്ളിയാലും നീങ്ങത്തില്ല. നമ്മൾ സ്റ്റാൻഡ് വെച്ച് പോയേ നിവർത്തിയുള്ളൂ. കീയൊക്കെ ഏകദേശം കാറിൻ്റെ മോഡലാണ്. ഇതേ ലോക്ക്, അൺലോക്ക്, പിന്നെ അതല്ലാണ്ട് സ്റ്റാർട്ട്, ലൊക്കേഷൻ, ഫൈൻ മൈ വെഹിക്കിൾ. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ 4 സൗണ്ട് എഫക്ട്സ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇപ്പം കിടക്കുന്നതെന്ന് വെച്ചാൽ റെബലിലാണേ. ഇനി നമുക്ക് റിവോട്ടിലോട്ട് ഇടാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റേസ് ചെയ്ത് നോക്കാതെ. ഇവിടെയാണ് സൗണ്ട് വരുന്നത് കണ്ടോ. ഇനി അത് ഓഫ് ചെയ്തിട്ട് അടുത്ത സൗണ്ട് കേൾക്കാം. സൗണ്ട് കേട്ടാലേ കിട്ടും.
വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറയുകയാണെങ്കിൽ 1,62 രൂപയാണ്, 1,62,000 രൂപയാണ്. പിന്നെ അതിൽ 32,000 രൂപ അല്ലേ, 32,000 രൂപ സബ്സിഡി നമുക്ക് 3 മാസം കഴിയുമ്പോഴത്തേക്കും അക്കൗണ്ടിലോട്ട് വരും. അപ്പം ഇത് തമിഴ്നാട് രജിസ്ട്രേഷൻ അല്ലേ? കേരളത്തിൽ വരുമ്പോൾ നമുക്ക് ഈ വ്യത്യാസം വരും. വേറെ കാര്യം എന്ന് വെച്ചാൽ റോഡ് ടാക്സ് അങ്ങനെ ഇല്ല, ചെറിയൊരു ശതമാനം മാത്രമേ വരുത്തുള്ളൂ. നമുക്ക് ബാക്ക് വീല് ഫ്രീ ആണല്ലേ, ബാക്ക് ടയർ ഫ്രീ ആണ്, 3 വർഷം സർവീസ് ഫ്രീ ആണ്. 1,62 നോക്കുവാണെങ്കിൽ ലാഭമാണെന്നേ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒട്ടും എക്സ്പെൻസ് ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വേറെ വണ്ടി ഇവിടെ അവൈലബിൾ അല്ല. 150cc നോർമൽ വണ്ടി എടുക്കണമെങ്കിലും 125 എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ 130 ആവും. 130 കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോൺ അടയ്ക്കണം, പെട്രോൾ അടിക്കണം, മെയിൻ്റെനൻസ് ചെയ്യണം, ഇത്രയുണ്ട്. ഇത് അല്ലാതെ നമ്മൾ ലോൺ വ്യവസ്ഥയിൽ എടുക്കണമെങ്കിൽ നമുക്ക് ലോൺ മാത്രം അടച്ചാൽ മെയിൻ്റെനൻസും ഇല്ല, ഒന്നുമില്ല. 2 വർഷത്തേക്ക് ബാറ്ററി, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യാം, അങ്ങനെ ഓപ്ഷൻ ഇല്ല. അവർ പുതിയ റെഗുലേഷൻ പറഞ്ഞിരിക്കുന്നത് ബാറ്ററിക്ക് ഒന്ന് റേഞ്ച് കൂടിയ ബാറ്ററി ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മോട്ടർ കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടിയ മോട്ടർ. ആ സമയത്ത് നമുക്ക് ഈ വണ്ടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും മാറ്റി പുതിയ ബാറ്ററിയും വയ്ക്കാം, പുതിയ അപ്ഗ്രേഡ് ആയിട്ടുള്ള മോട്ടറും വയ്ക്കാം. ഞാൻ ഓടിക്കുന്ന കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട്, എനിക്ക് ഓടിക്കാൻ തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗിയർലെസ് വണ്ടി ആയതുകൊണ്ട് അധികം സീനൊന്നും പറ്റില്ലെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കൈ കൊടുക്കുമ്പോൾ ആ ഒരു ഇനിഷ്യൽ ടോർക്ക് കൂടുതലായിരിക്കും. അതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി, വേറെ ഒരു സീനും ഇല്ല. നമ്മൾ ഓടിച്ചു വരുമ്പോഴത്തേക്ക് അത് പിന്നെ ശീലമായിക്കോളും. ഓക്കെ, പിന്നെ നമുക്ക് 5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ ആദ്യം വണ്ടി എടുക്കുന്നെങ്കിൽ നമ്മൾ സ്പീഡിൽ പോകാനാണ് ഉദ്ദേശമെങ്കിൽ സെക്കൻഡ് മോഡ് ഇട്ട് പോവുക. നമ്മൾ ഇക്കോ മോഡിലാണ് സ്ലോയിലാണ് പോകാൻ ഉദ്ദേശമെങ്കിൽ ഫസ്റ്റ് മോഡ് ഇട്ട് പോവുക. അല്ലാതെ നമുക്ക് ടപ്പര മാറ്റണമെന്നെങ്കിൽ ഒരു 5 കിലോമീറ്റർ റൺ ചെയ്തിട്ട് മാറ്റണമായിരിക്കും നല്ലതെന്നാണ് കമ്പനി അവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, ഈ വണ്ടി ഇറക്കത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് കയറ്റത്തിലോട്ട് കയറുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതോ 2 പേരെ വെച്ച് അതൊക്കെ വലിക്കുമോ എന്നൊക്കെ ജസ്റ്റ് എല്ലാവർക്കും സംശയം കാണുമായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചേട്ടന്മാർ അങ്ങ് ഇറക്കത്തിൽ താഴെ കൊണ്ട് നിർത്തിയേക്കാണ്ടോ. അപ്പോൾ നമ്മൾ കൈ കാണിക്കുമ്പോൾ ആ ചേട്ടന്മാർ ഇപ്പോൾ 2 പേരായിട്ട് ഓടിച്ചുകൊണ്ട് വരും. 2 ഏകദേശം നല്ല വെയിറ്റുള്ള ആൾക്കാരൊക്കെയാണ്. ഇപ്പോൾ അവർ വരുന്നുണ്ട് ചേട്ടന്മാർ ഇറക്കത്തിൽ നിന്ന് വരുന്നുണ്ടോ. ഒരു പ്രശ്നമില്ലാതെ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ വണ്ടി. വണ്ടി ഓടിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. നമുക്ക് സ്കൂട്ടി ഓടിക്കണേക്കാട് നല്ല സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് വൈബ്രേഷൻ ഒന്നും ഇല്ല. ഒരു സോഫ സെറ്റിൽ ഇരുന്ന് എങ്ങനെ വണ്ടി ഓടിക്കാം അതുപോലത്തെ ഒരു ഫീലാണ് ഇത് ഓടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് കേട്ടോ. അയ്യോ കാണുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത് എടുക്കുന്നവരെ ഞാൻ എടുക്കാനേ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 0 കോസ്റ്റ് ആണ്, നമുക്ക് വേറെ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സ്മൂത്തായിട്ട് ഓടിക്കുകയും ചെയ്യാം, എവിടെ വേണമെങ്കിലും പോകാം. 150 കിലോമീറ്റർ സിമ്പിളായിട്ട് 27 രൂപയ്ക്കൊക്കെ പോകാമെന്ന് പറയുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വണ്ടി ചോദിച്ചപ്പോൾ തന്നെ ഓടിക്കാൻ തന്ന ചേട്ടന് വലിയ താങ്ക്സ് കേട്ടോ. ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്കൂൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ശ്രീനാരായണ പബ്ലിക് സ്കൂളാണ്. സ്ഥലം എന്ന് വെച്ചാൽ ചേങ്കോട്ട് പോകണം. എന്തായാലും വളരെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ നമുക്ക് വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. വീണ്ടും പറയുന്നത് വെച്ചാൽ എനിക്ക് ഓടിച്ചിട്ട് അത്ര കംഫർട്ടായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആദ്യം എന്നോട് ചോദിച്ചാൽ കാലൊക്കെ എത്തുമെന്നൊന്ന് നോക്കിയിട്ടൊക്കെ ഓടിക്കണം. കാരണം വെച്ചാൽ ചിലർക്ക് എത്തൂലല്ലോ, ഹൈറ്റ് കിട്ടൂല. എനിക്ക് പിന്നെ എത്ര നീളം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ അഡിയോസ്. ചാടിപ്പോയാനെ ഓണായി നമുക്ക് അറിയാനേ പറ്റുന്നില്ല കേട്ടാ. അതാണ് ഈ പ്രശ്നം വന്നത്. ദൈവമേ.